വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു കുക്കർ ബിരിയാണി എത്ര പെട്ടെന്ന്, അതായത് വളരെ കുറഞ്ഞ സമയം കൊണ്ട് എങ്ങനെ തയ്യാറാക്കാമെന്ന് നമുക്ക് നോക്കാം. ആദ്യമായിട്ട് ചിക്കൻ പീസുകളെടുത്ത് നന്നായിട്ട് വറുത്തെടുത്തിട്ട് ഇതെല്ലാം കൂടെ, അതായത് ഒരു ചിക്കൻ കറിക്ക് നമ്മൾ എന്തൊക്കെ ഉപയോഗിക്കുമോ അതെല്ലാം കൂടെ അതെല്ലാം കൂടെ ചതച്ച് വൃത്തിയാക്കി ഇട്ട് ചതയ്ക്കണം. പക്ഷേ എനിക്ക് കറണ്ട് ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചതച്ചത്. അല്ലെങ്കിൽ നന്നായിട്ട് ചതച്ചെടുത്ത് ഉള്ളിയും ചേർത്ത് ഇതെല്ലാം കൂടെ നന്നായിട്ട് വഴറ്റി, സാധാരണ നമ്മളൊരു ചിക്കൻ കറി വയ്ക്കുമ്പോൾ എങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത് അതിൻ്റെ അതേ മെത്തേഡ് ഫോളോ ചെയ്ത് വെള്ളമൊക്കെ ഒഴിച്ച് അതിനകത്ത് ഉപ്പുമൊക്കെ ചേർത്തതിന് ശേഷം നന്നായിട്ട് തിള വരുമ്പോൾ അതിനകത്തോട്ട് ചിക്കൻ്റെ പീസുകൾ എടുത്തിടണം. അപ്പം ഞാനിവിടെ 3 വറുത്ത കഷ്ണങ്ങൾ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അത് 3ഉം ഇതിനകത്ത് ആഡ് ചെയ്തു. അതിനുശേഷം ഈ വെള്ളത്തിൻ്റെ ഒരളവുണ്ട്, അതായത് അരി ഇടുന്നതിൻ്റെ ഇരട്ടി വെള്ളം. അപ്പം ഞാൻ 1.5 ഗ്ലാസ് അരി എടുത്താൽ നമ്മളൊരു 3 ഗ്ലാസ് വെള്ളം ഉറപ്പായിട്ടും ചേർക്കണം. ആ ഒരു അളവിൽ ഇതെല്ലാം കൂടെ ചേർത്ത് ഒന്ന് തിള വരുന്നത് വരെ വയ്ക്കുമ്പോഴേക്കും കുറച്ച് ഗ്രാമ്പൂ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ചേർത്ത് ഒരു വിസിൽ കേൾപ്പിച്ചതാണ്. ആദ്യം ഞാൻ കണ്ടപ്പോൾ വിചാരിച്ചു പണി പോയി എന്ന് വിചാരിച്ചു. പക്ഷേ അത് ഒന്നുകൂടെ സെറ്റായി കഴിഞ്ഞ് ഒന്ന് ഇളക്കി റെഡിയാക്കിയപ്പോഴത്തേക്കും നല്ല അരി അങ്ങനെ വെന്ത് പോയിട്ടൊന്നുമില്ല, പക്ഷേ നല്ലൊരു ടേസ്റ്റിലാണ് അത് കിട്ടിയത്. അതിൻ്റെ കൂടെ കുറച്ച് മല്ലിയിലയും കൂടെ ചേർത്ത് ഇടുമ്പോഴേക്കും കുറച്ച് നെയ്യ് ചേർത്തില്ല. അത് ഞാൻ മറന്നുപോയത്, ആദ്യം നെയ്യ് ചേർക്കണമായിരുന്നു, പക്ഷെ പിന്നീട് ചേർത്തെങ്കിലും ആ നെയ്ക്ക് അതിന് ഒരു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ കുറച്ച് ഈ ഫ്രൂട്ടോമാൻസിൻ്റെ വെജ് മയണൈസ് അതെല്ലാവർക്കും ഇഷ്ടപ്പെടുമോയെന്ന് അറിയില്ല, അതിനൊരു വേറൊരു ടേസ്റ്റാണ് കേട്ടോ. മയണൈസിന് ആണെങ്കിൽ ഒരു കടുകെണ്ണയുടെയും കൂടെ ഒരു ടേസ്റ്റ് ഉണ്ട്. പിന്നെ കെച്ചപ്പും കൂടെ കൂട്ടി കഴിക്കാൻ നേരത്ത് നല്ല സ്വാദായിരുന്നു. എന്ന് വെച്ചാൽ സാധാരണ നമ്മൾ ചിക്കൻ ബിരിയാണി ഉണ്ടാക്കുമ്പോൾ ചിക്കൻ വേറെ കുക്ക് ചെയ്യും, ബിരിയാണി വേറെ അല്ലാതെയും കുക്ക് ചെയ്തിട്ട് നമ്മളിത് ചിക്കൻ ബിരിയാണി എന്ന് പറഞ്ഞ് എടുക്കും. ഇതിൽ ഇറച്ചിച്ചോറ് പോലെയൊക്കെ തോന്നും, പക്ഷേ ഇറച്ചിച്ചോറിൻ്റെ ടേസ്റ്റേ അല്ലാതെ ബിരിയാണിയുടെ നല്ല